ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനമാണ് ഇന്ന്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, സ്വാതന്ത്ര്യ സമര സേനാനി, മഹാനെന്ന് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയ ഒരു വ്യക്തി. കുഴപ്പമൊന്നുമില്ല, ആൾ മഹാനൊക്കെ തന്നെയായിരുന്നു. നല്ലൊരു സംഘാടകനായിരുന്നു, നല്ലൊരു പ്രാസംഗികനായിരുന്നു, നല്ലൊരു എഴുത്തുകാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി എഴുതിക്കൊണ്ടിരുന്നത് മറ്റാരോ ഒക്കെയാണ്. അതിൽ തരക്കേടൊന്നുമില്ല, അങ്ങനെ ചെയ്യാറുണ്ട്. ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയും അതിന്. അപ്പോൾ ഈ പറഞ്ഞ വിവരങ്ങൾ ശേഖരിച്ചിട്ട് ഏകദേശം നെഹ്റുവിൻ്റെ സ്റ്റൈലിൽ എഴുതി അദ്ദേഹം കൂടെ നോക്കിയൊക്കെ ചെയ്ത് പ്രസിദ്ധീകരിക്കുക. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വന്നതെന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ അദ്ദേഹം ഭാരതത്തിന് നൽകിയ സംഭാവനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഓർഡിനറിയാണ്. ഇത്രയും വർഷമായി കഴിയുമ്പോൾ മരിച്ചയാളെപ്പറ്റി മോശം പറയുന്നു, ആ വികാരങ്ങളൊക്കെ പോയല്ലോ. 1964 മരിച്ചുപോയ ആളാണ്. ഇപ്പോൾ നമുക്ക് സമാധാനമായിട്ട് അത് സത്യമായിട്ട് പരിശോധിക്കാം. ടു ഓർഡിനറി സംഭാവനകളാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരവിടെ ഇരുന്നിരുന്നെങ്കിലും എന്നെപ്പോലെ ഒരു സർവ്വസാധാരണക്കാരനെ പിടിച്ചിരുത്തി കഴിഞ്ഞാലും ഈ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവർ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കും, അതങ്ങ് നടപ്പത് ഇങ്ങനെ പോകും. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാമല്ല. നമ്മുടെ നേതാക്കൾ മൗണ്ട് ബാറ്റനോട് തുടരാൻ ആവശ്യപ്പെട്ടു. സത്യമല്ലേ? കാരണം നമ്മുടെ നേതാക്കൾക്ക് സമരം ചെയ്യാനേ അറിയൂ, ഭരിക്കാൻ അറിയില്ല. ആ ഒരു ഗതികേടിലായി. അപ്പോൾ അതുകൊണ്ട് മൗണ്ട് ബാറ്റനോട് പറഞ്ഞു, ചേട്ടൻ പോകരുത്, ചേട്ടൻ തന്നെ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ കാലം കൂടെ മൗണ്ട് ബാറ്റൻ നിന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അന്നുമൊക്കെ ഈ ബ്യൂറോക്രസി, ബ്രിട്ടീഷ് ബ്യൂറോക്രസി ഉണ്ട്. ICSകാർ അവരിവരൊക്കെ തലയ്ക്ക് മൂളയുള്ളവരും ഇല്ലാത്തവരും മണിയടിക്കാരും അഴിമതിക്കാരും ഒക്കെ ഉണ്ട്. ആ സംഘം തന്നെ ഏകദേശം അതേ രീതിയിലോ കുറച്ച് വ്യത്യാസത്തിലോ ഒക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി സർക്കാരിനെ പറ്റി അഴിമതി ആരോപണം സംഗതിയൊന്നുമില്ലെങ്കിലും പലവിധ കേന്ദ്ര ആഫീസുകളിൽ നിങ്ങൾക്കൊരു കാര്യം സാധിക്കാനായിട്ട് കൈക്കൂലിയൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട് ഇപ്പോഴും, ഇല്ലേ? അതാരും വലിയ വിഷയമാക്കാറില്ല എന്നേ ഉള്ളൂ. ഇത് ഒരു വലിയ പകർച്ചവ്യാധി പോലെയാണ്, വലിയ പ്രയാസമാണ് ഓരോരുത്തരുടെയും അഴിമതി നിർത്തിയെടുക്കുക എന്നൊക്കെ പറയുന്നത്. സർക്കാർ തലത്തിൽ സർക്കാരെടുത്ത തീരുമാനങ്ങളിൽ, മന്ത്രിമാർ തീരുമാനങ്ങളിൽ ഇതിലൊന്നും അഴിമതിയില്ല, അത് സത്യവുമാണ്. അപ്പോൾ ഈ ബ്യൂറോക്രസി അന്ന് 1947 എങ്ങനെയായിരിക്കും എന്ന് സങ്കല്പിച്ച് നോക്കുക. അന്ന് സോഷ്യൽ മീഡിയയേ ഇല്ല, ഓൾ ഇന്ത്യ റേഡിയോ പോലും ഇല്ല, പത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതും വളരെ ലിമിറ്റഡ് പത്രങ്ങൾ. പത്രം വായിക്കുന്ന അങ്ങനെ സ്വഭാവമൊന്നും ഇല്ല. നാട്ടിൻപുറത്ത് എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഒരു സ്കൂൾ അധ്യാപകനോ ആരെങ്കിലും ഹെഡ് മാസ്റ്റർ ഒരു പത്രം വരുത്തും. ആ പത്രമാണ് നാട്ടുകാർ മുഴുവൻ വായിക്കുന്നത്. പത്രം വായിക്കുന്നത് അവിടെ കയറിയിട്ട് വായിക്കുക. പിന്നെ മെല്ലെ ലൈബ്രറികൾ വന്നു, പിന്നെ ഇൻഡിവിജ്വൽ പത്രങ്ങൾ വാങ്ങാൻ തുടങ്ങിയ ആൾക്കാർ. ഇങ്ങനെയാണ് നമ്മളുടെ വാർത്താവിതരണ ശൃംഖല സംവിധാനം ഒക്കെ നിന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആകാശവാണി വന്നു, ദൂരദർശൻ വരാൻ ഒരുപാട് താമസിച്ചു. സോ അന്ന് എന്ത് അഴിമതി ചെയ്താലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി. നെഹ്റു അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന ഓരോരുത്തരെയായിട്ട് ഐസൊലേറ്റ് ചെയ്തു. രാജഗോപാലാചാരി, ചക്രവർത്തി രാജഗോപാലാചാരി ഒരു സൈഡായിപ്പോയി, വേറെ പാർട്ടിയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ അങ്ങ് പോയി. അംബേദ്കർ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചു. അദ്ദേഹം വേറെ പാർട്ടി ഉണ്ടാക്കി, അദ്ദേഹം മത്സരിച്ചു. 2 തവണ ലോക്സഭയിലേക്ക് അംബേദ്കർ മത്സരിച്ചു. 2 തവണയും തോറ്റു. 2 തവണയും തോൽപ്പിച്ചത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഒരു സീറ്റ് അംബേദ്കർക്ക് കൊടുത്തേക്കാം, അദ്ദേഹം ജയിച്ചു വരട്ടെ. വളരെ പ്രഗത്ഭനായ ആളാണല്ലോ. കാരണം നെഹ്റുവിനെ പോലെ ജെൻറ്റിൽമാൻ പാസ് ആയിരുന്നില്ല അംബേദ്കർ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ജെൻറ്റിൽമാൻ പാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയ കുടുംബത്തിലെ ആളുകൾ തോറ്റു കഴിയുമ്പോൾ പണ്ട് ഇംഗ്ലണ്ടിൽ അവരുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ മഹാന്മാരെ തോൽപ്പിക്കുകയില്ല. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു മോട്ടിലാൽ നെഹ്റുവിൻ്റെ മകനാണ്, വലിയ ആളാണ്, പരീക്ഷയ്ക്ക് മാർക്കില്ല എന്ന് പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റുമോ? നാണക്കേടല്ലേ? അതിന് അവർ കണ്ടുപിടിച്ച മാർഗ്ഗമാണ് ജെൻറ്റിൽമാൻ പാസ്. നെഹ്റുവിന് മാത്രമല്ല, മറ്റു പലർക്കും അവർ ജെൻറ്റിൽമാൻ പാസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജെൻറ്റിൽമാൻ പാസ്സാണ് നെഹ്റു. അതൊരു കുറവായിട്ടൊന്നും ആരും കൂട്ടിയിരുന്നില്ല കേട്ടോ. ജെൻറ്റിൽമാൻ പാസ്. പക്ഷേ ആ ഡിഗ്രി എടുത്തു എന്നൊക്കെ പറഞ്ഞ് നടക്കും.
ഇങ്ങനൊരു മനുഷ്യനായിരുന്നു നെഹ്റു. വാസ്തവത്തിൽ നമ്മുടെ കുട്ടനാട്ടിലെ മുരിക്കനില്ലേ, മുരിക്കൻ, ഈ മുരിക്കൻ്റെ അച്ഛൻ മുരിക്കനും മോട്ടിലാൽ നെഹ്റുവിനും ഒരേപോലെ കാശുണ്ടായിരുന്നു കയ്യിൽ. രണ്ടുപേരും ഒരേപോലെ പണക്കാരായിരുന്നു. ആ മനുഷ്യൻ അലഹബാദിൽ, ഈ മനുഷ്യൻ കുട്ടനാട്ടിൽ. ഇത്ര വ്യത്യാസമുള്ളൂ. ആ മനുഷ്യൻ ബുദ്ധിമാനായിരുന്നു, അലഹബാദിലെ മോട്ടിലാൽ നെഹ്റു. അതുകൊണ്ട് മകനെ ഇംഗ്ലണ്ടിൽ വെച്ച് പഠിപ്പിച്ച് ജെൻറ്റിൽമാൻ പാസ്സാക്കി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് അങ്ങ് ഇറക്കി വിട്ടു. മോട്ടിലാൽ നെഹ്റു തന്നെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിരുന്നു, മകനെയും രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വിട്ടു. ഈ കുട്ടനാട്ടിലെ മുരിക്കൻ ബുദ്ധിശൂന്യനായിരുന്നു. അതുകൊണ്ട് പുള്ളി മകനെ കൃഷി ചെയ്യാൻ പഠിപ്പിച്ചു. മുരിക്കൻ ഈ കായലിൻ്റെ നടുക്ക് കൃഷി ചെയ്യുന്നത് എൻ്റെ അറിവിൽ വാട്ടർ ലെവലിന് താഴെ കൃഷി നടക്കുന്ന രണ്ട് സ്ഥലങ്ങളെ ലോകത്തിലുള്ളൂ. ഒന്ന് ഹോളണ്ട്, പിന്നെ കുട്ടനാട്. കുട്ടനാട്ടിൽ അന്ന് ഈ മുരിക്കനും പിന്നെ മങ്കൊമ്പിപ്പട്ടർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? MS സ്വാമിനാഥൻ്റെ ഫാമിലിയാണ്. മങ്കൊമ്പിപ്പട്ടർക്കെതിരെ ഇനി ചീത്ത വിളിക്കാനൊന്നും കേരളത്തിൽ ബാക്കിയില്ല. ഇപ്പോൾ മങ്കൊമ്പിപ്പട്ടരുടെ ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് CPM വരെ സമരത്തിലാണ്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക. പണ്ട് സ്വാമിനാഥൻ്റെ അപ്പൂപ്പനെ തെറിപറഞ്ഞ് ഓടിച്ചതാണ് കുട്ടനാട്ടിൽ നിന്ന്. എന്നിട്ടിപ്പോൾ കൊച്ചുമോൻ്റെ സ്കീം നടപ്പിലാക്കണമെന്ന്. ദൈവത്തിൻ്റെ ഓരോ കളികളുണ്ടല്ലോ. ആരെയാണോ ചീത്ത വിളിച്ചത് അയാളുടെ കൊച്ചുമകൻ്റെ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് നിരാഹാരം കിടക്കുക, ബഹളം കൂട്ടുക, ഇതാണ്. അപ്പോൾ മുരിക്കൻ, മങ്കൊമ്പിപ്പട്ടർ ഇവരൊക്കെ കൂടെയാണ് ഈ കായലിൽ ബണ്ട് കെട്ടി, പുറംബണ്ട് കെട്ടി, ഉള്ളിൽ കിടക്കുന്ന വെള്ളം വറ്റിച്ച് ആ ചെളി കോരി കൂന പോലെയാക്കി അതിൻ്റെ തലപ്പത്ത് നെല്ലി വിളിച്ച് അങ്ങനെ. കാരണം നമുക്ക് രൂക്ഷമായ അരിക്ഷാമമാണ്, അന്ന് കിട്ടാനില്ല. തിരുവിതാംകൂർ വേറെ, കൊച്ചി വേറെ. കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് നെല്ലും വരില്ല, പിണ്ണാക്കും വരില്ല. തിരുവിതാംകൂറിൽ നിന്ന് അങ്ങോട്ടും കൊടുക്കുകയില്ല. അതിർത്തി മനുഷ്യർക്ക് പോവാം, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ട് ചുങ്കം കൊടുക്കണം, അങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ദാരിദ്ര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനായിട്ട് ഈ മുരിക്കനെ കൊണ്ട് അയാളുടെ അച്ഛൻ കൃഷി ചെയ്യിപ്പിച്ചു. മറ്റേ മുരിക്കൻ, അലഹബാദിലെ മുരിക്കനുണ്ടല്ലോ, ആ മുരിക്കൻ സ്വന്തം മകനെ രാഷ്ട്രീയത്തിൽ കായൽ കുത്തി കൃഷി ചെയ്യാൻ പഠിപ്പിച്ചു. അങ്ങേര് പ്രധാനമന്ത്രിയായി. ഇങ്ങേർക്ക് സ്വന്തം പറമ്പിൽ ചാവാൻ പോലും യോഗ്യം സമ്മതിച്ചില്ല മുരിക്കനെ അടക്കാൻ. പള്ളിയിൽ, കുട്ടനാട്ടിലെ പള്ളിയിൽ അടക്കാൻ സമ്മതിച്ചില്ല. തിരുവനന്തപുരത്ത് മറ്റോ കൊണ്ടുപോയാണ് അടക്കിയത്. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. ആ മനുഷ്യൻ ചെയ്ത ഒരേ ഒരു കുറ്റം കേരളത്തിന് വേണ്ടി നെല്ല് ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് മഹാഭാപിയായിട്ട് അങ്ങേര് മാറി. അതിനുശേഷം ബ്രിട്ടനിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ റിസർച്ച് ഇത് കാർഷികം അതൊക്കെ നോക്കില്ല. ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലായിരുന്നു എങ്കിൽ നിങ്ങളുടെ ഈ മുരിക്കൻ്റെ പ്രതിമ പാർലമെൻറ്റിന് മുമ്പിൽ ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞു. നമ്മളും പാർലമെൻറ്റിന് മുമ്പിൽ പ്രതിമ വെച്ചു, മറ്റേ മുരിക്കൻ്റെ, രാഷ്ട്രീയ കൃഷി ചെയ്ത മുരിക്കൻ്റെ. ഇതാണ് വ്യത്യാസം. ഈ മുരിക്കൻ അൺസങ് ഹീറോ ആയിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ മക്കൾ പിൽക്കാലത്ത് കലാകൗമുദിയിൽ ലേഖനം എഴുതി. അദ്ദേഹത്തിന് 3 ആൺമക്കളും മറ്റുമാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ബ്ലഡിൽ കൃഷിയുണ്ട്, ഈ കുട്ടനാട് ഞങ്ങളെ ഏൽപ്പിക്കും. ഞങ്ങൾ കൃഷി ചെയ്ത്, നിങ്ങൾ ഈ വ്യവസായത്തിനും റോഡിനുമൊക്കെ BOT അടിസ്ഥാനത്തിൽ കൊടുക്കുമല്ലോ, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. അപ്പോൾ അവർ പറഞ്ഞു, കുട്ടനാട്ടിലെ കുറേ ഭൂമിയെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ വെറുതെ വെള്ളം കയറി കിടക്കുകയാണ്, മെത്രാങ്കായൽ, ആ കായൽ, ഈ കായൽ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വെള്ളം കയറി കിടക്കുന്നു. എത്രയുണ്ട് കൃഷി ഇപ്പോൾ കുട്ടനാട്ടിൽ, എത്രയുണ്ട് നെല്ലുൽപാദനം കേരളത്തിൽ, മഹാ കഷ്ടമാണ് ഇതൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ BOT അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് റോഡും പാലവും ഒക്കെ കൊടുക്കാമെങ്കിൽ കൃഷിയും കൊടുക്കാമല്ലോ. ഞങ്ങളുടെ ബ്ലഡിൽ കൃഷിയുണ്ട്, ഞങ്ങൾ കൃഷി ചെയ്ത് ലാഭത്തിലാക്കി 3 വർഷം ഓടിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാം സർക്കാരിലേക്ക്. പറ്റില്ല, മറുപടി പോലും കൊടുത്തില്ല അവർക്ക്. അങ്ങനെ അൺസങ് ഹീറോസായിട്ട് അവർ പോയി. അതേസമയം രാഷ്ട്രീയ കൃഷി നടത്തിയ ആൾ വലിയ ആളായിട്ട് പിൽക്കാലത്ത് പ്രധാനമന്ത്രിയായിട്ട് തീർന്നു. ഇതാണ് കൃഷി ചെയ്യാൻ പഠിക്കണം എന്ന് പറയുന്നത്. ഏത് കൃഷി ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിലാണ് നിങ്ങളുടെ സാമർഥ്യം. സാധുവായ മുരിക്കൻ ഔദയോ ഔസേപ്പോ മറ്റോ
സാധുവായിരുന്നു, മണ്ടനുമായിരുന്നു, ബുദ്ധിശൂന്യമായിരുന്നു. മകനെ കൃഷി ചെയ്യാൻ ഏൽപ്പിച്ചു, നെൽകൃഷി. മറ്റേ മോട്ടിലാൽ നെഹ്റു എന്ന മുരിക്കൻ അസാമാന്യ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹവും മകനെ കൃഷി ചെയ്യാൻ ഏൽപ്പിച്ചു, രാഷ്ട്രീയ കൃഷി. അദ്ദേഹം മഹാനായി പാർലമെൻറ്റിന് മുമ്പിൽ പ്രതിമ വന്നു. ഇദ്ദേഹം അൺസങ് ഹീറോ ആയിട്ട് അസ്തമിച്ചു. ദിസ് ഈസ് ഹൗ ഞാൻ പറയുന്നത്, ചരിത്രത്തിലെ പുരുഷന്മാരെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഇത്രയും കാലം കഴിഞ്ഞില്ല. ഇനിയെങ്കിലും നമ്മൾ സത്യസന്ധരായിരിക്കണം. എന്താണ് ശിശുദിനം? നെഹ്റുവിൻ്റെ ജന്മദിനം. നെഹ്റുവിന് ശിശുക്കളോട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? എല്ലാവർക്കും കുട്ടികളെ ഇഷ്ടമാണ്, എനിക്കും നിങ്ങൾക്കൊക്കെ കുട്ടികളെ ഇഷ്ടമാണ്. എന്താ അതിൽ ഇത്ര വലിയ പ്രത്യേകത? പക്ഷേ കുട്ടികളുടെ പ്രധാനപ്പെട്ട ആളാണ് നെഹ്റു. ഒരു റോസാപ്പൂവൊക്കെ വെച്ചിട്ട് നെഹ്റുവിൻ്റെ ഫോട്ടോയൊക്കെ കാണിക്കുക. ചെറുപ്പത്തിൽ ഞാനുമൊക്കെ ശിശുദിനത്തിന് മുട്ടായി തിന്നാനും മറ്റേ മത്സരം, പാട്ട് മത്സരം, ഇത് വള്ളംകളി ഒക്കെ ആയിട്ട് വലിയ ആഹ്ലാദമായിരുന്നു ശിശുദിനത്തിന്. ബട്ട് സംഭവിച്ചത് എന്താ? തലമുറയായിട്ട് ഒരു AICC പ്രസിഡൻറ്റിൻ്റെ പേര് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചെറുപ്പം മുതൽ കിടക്കും. കോൺഗ്രസ് ബയാസ് എന്ന് പറയുന്നത് അതാണ്. ഭാരതത്തിനൊരു കോൺഗ്രസ് ബയാസ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് ഇപ്പോൾ തകർന്ന ഒരു പാർട്ടിയാണ്. ബട്ട് നിങ്ങൾ പല സംസ്ഥാനങ്ങളും എടുത്തു നോക്കുക, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ്, ഇതല്ലേ സ്ഥിതി. തമിഴ്നാട്ടിൽ DMK ഉണ്ട്, ഇല്ലെങ്കിൽ കോൺഗ്രസ്. സകല സ്ഥലത്തും ഒരു കോൺഗ്രസ് ബയാസ്. ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒറീസയിലൊന്നും കോൺഗ്രസ് ബയാസ് ഇല്ല, ബീഹാറിൽ നിന്ന് കോൺഗ്രസ് ബയാസ് ഉത്തരയപ്പെട്ടു, ഉത്തർപ്രദേശിൽ നിന്ന് ഉത്തരയപ്പെട്ടു. പക്ഷേ എത്ര വർഷം അത് നിന്നു നോക്കും. ഇതിൻ്റെ കാരണം എന്താ? ചെറുപ്പം മുതൽ ഈ ചാച്ചാ നെഹ്റു സിന്ദാബാദ് വിളിപ്പിക്കുന്നതാണ്. AICC പ്രസിഡൻറ്റ് ഒരു മഹാനായിട്ട് നമ്മുടെ മനസ്സിൽ പതിക്കുക, നിഷ്കളങ്കരായ പ്രായത്തിൽ. പിന്നീട് അയാൾ മാറുകയൊക്കെ ചെയ്യും. ഈ പറഞ്ഞ പയ്യൻ വളർന്ന് വലുതായിട്ട് മുസ്ലിം ലീഗിലോ BJPയിലോ CPMലോ ഒക്കെ പോയി എന്ന് വരും. പക്ഷേ ചാച്ചാ നെഹ്റു ഒരു വികാരമായിട്ട് അവൻ്റെ മനസ്സിൽ കിടക്കും. 4-ാം വയസ്സിൽ മുതൽ അവൻ കേട്ടു തുടങ്ങുന്നതാണ് ചാച്ചാ നെഹ്റു. ദിസ് ഈസ് കോൺഗ്രസ് ബയാസ്. നെഹ്റു ബയാസ് ഈസ് കോൺഗ്രസ് ബയാസ്. ഈ രീതിയിൽ ഹോൾ ഭാരതത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഗാന്ധി അത് ചെയ്തില്ല. ഗാന്ധി വേറൊരു മണ്ടനും ബുദ്ധിശൂന്യമായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ രാത്രി 12 മണിക്കാണല്ലോ സ്വാതന്ത്ര്യം. അപ്പം അന്ന് നെഹ്റുവിൻ്റെ വിഖ്യാതമായ പ്രസംഗമുണ്ട്, എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. നെഹ്റു പറയുന്നു, ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ഉണരുകയാണ്. സയൻറ്റിഫിക് ടെമ്പറിൻ്റെ വലിയ ആളാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കോൺഗ്രസ്സുകാരും അദ്ദേഹത്തിനോട് ഇപ്പോൾ ഭക്തി തുടങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരും, ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിവാല ഗുണ്ടന്മാരും മുഴുവൻ ഇപ്പോൾ നെഹ്റുവിനെ വാഴ്ത്തുന്നവരാണ്. സയൻറ്റിഫിക് ടെമ്പറിന് യോജിച്ച ഒരു പ്രസ്താവനയാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ നെഹ്റു നടത്തിയത്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭാരതം ഉണരുകയായിരുന്നു. മുഴുവൻ ലോകവും ഉറക്കമായിരുന്നു. അപ്പോൾ ലോകം, ഭൂമി ഉരുണ്ടല്ലേ ഇരിക്കുന്നത്. ഓരോ സ്ഥലത്ത് പകൽ, പിന്നെ പോയി രാത്രിയായി, പിന്നെ വീണ്ടും പ്രഭാതമായി, ഇങ്ങനെയല്ലേ വരുന്നത്. സോ മൊത്തം ലോകം ഉറങ്ങുന്ന ഒരു മൊമെൻ്റ് ഇല്ല. ശരിയല്ലേ? സയൻറ്റിഫിക്കലി ഇറ്റ് ഈസ് റോങ്, ബട്ട് ഇറ്റ് വാസ് ടോൾഡ് ബൈ യുവർ നെഹ്റു ദാറ്റ് യു ഗോട്ട് ഗൂസ് ബംസ്. രോമാഞ്ചം വരുന്നു. The whole world was sleeping and India started awake. What nonsense. It has nothing to do with, scientifically it is wrong. It is a wrong statement. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ആണ് നമ്മളുടെ സ്വാതന്ത്ര്യം തുടങ്ങുന്നത്. ഞാൻ തെറ്റായ മുഹൂർത്തത്തിൽ എന്ന് പറയുന്നു. മുഹൂർത്തം അന്ധവിശ്വാസവും നെഹ്റു പറയുന്നത് അശാസ്ത്രീയമാണെങ്കിൽ പോലും മഹാകാര്യമായി തീരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും നെഹ്റു ഈ പറഞ്ഞ ഒരു സാധാരണ പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൂടാത്ത ഒരുപാട് കാര്യങ്ങളും ചെയ്തു. ഒട്ടും ചെയ്തില്ല സുഹൃതം, ഒട്ടേറെ ചെയ്തു ദുഷ്കൃതം എന്ന വരികൾ നെഹ്റുവിന് സ്യൂട്ടാവില്ല. ഒട്ടും ചെയ്തില്ല സുഹൃതം എന്ന് പറയുന്നത് ശരിയല്ല. കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെയുണ്ട്. ഹി വാസ് എ ബിലോ ആവറേജ് പ്രൈം മിനിസ്റ്റർ. താങ്ക് യു.